ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മൾ EPS ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ബേസിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി റൈറ്റ് ഇഷ്യൂവിൻ്റെ സമയത്ത് ചെറിയൊരു കോംപ്ലിക്കേഷൻസ്, അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ബോണസ് ഇഷ്യൂവിൽ അത്ര കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ആ റൈറ്റ് ഇഷ്യൂ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ബോണസ് ഇഷ്യൂവിൻ്റെ കേസിൽ ഇനി ബോണസ് ഇഷ്യൂ ചെയ്താൽ ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഇഷ്യൂ ചെയ്തതായിട്ട് പരിഗണിച്ചിട്ട് എന്ത് ചെയ്യാം, മൊത്തത്തിൽ തന്നെ എത്ര എക്സിസ്റ്റിംഗ് ഷെയർ ഉണ്ട് പ്ലസ് ബോണസ് ഷെയറിൻ്റെ എണ്ണം കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇല്ലേ ആ ഒരു പ്രോഫിറ്റ് ഓൺ ഡിവൈഡ് ചെയ്തിട്ടാണ് EPS കാൽക്കുലേറ്റ് ചെയ്യൽ. ഓക്കെ, അതിൽ വെയിറ്റഡ് ഒന്നും കാണേണ്ട ആവശ്യമില്ല ബോണസിൻ്റെ കേസിൽ. എന്നാലോ റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് പോവുകയാണ്. നമ്മൾ ആദ്യം തിയററ്റിക്കൽ എക്സ്ട്രൈറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. തിയററ്റിക്കൽ എക്സ്ട്രൈറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ, റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിൽ എത്ര ഇക്വിറ്റി ഷെയറിനാണ് റൈറ്റ് ഇഷ്യൂ കൊടുക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യനിലൊക്കെ പറയാറുണ്ട് 5 ഇക്വിറ്റി ഷെയറിന് ഒരു റൈറ്റ് വീതം, അല്ലെങ്കിൽ 3 എണ്ണത്തിന് ഒരു റൈറ്റ് വീതം എന്നൊക്കെയാണ് നമുക്ക് കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം അല്ലേ എത്ര എണ്ണത്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെയ്യണം. ഓക്കെ, എത്ര എണ്ണത്തിനാണ് എന്നുള്ളതിനെ നമ്മൾ അതിൻ്റെ മാർക്കറ്റ് വിലയോട് ഗുണിക്കണം. ഓക്കെ, എക്സിസ്റ്റിംഗ് ഷെയർസ് എത്ര എണ്ണത്തിനാണ് റൈറ്റ് ഇഷ്യൂ ചെയ്യണം എന്നുള്ള ആ എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെ എണ്ണം ഉണ്ടല്ലോ, അതിനെ നമ്മൾ ആ എക്സിസ്റ്റിംഗ് ഷെയറിൻ്റെ റൈറ്റ് ഇഷ്യൂവിൻ്റെ മുമ്പത്തെ ഉണ്ടായിരുന്ന മാർക്കറ്റ് പ്രൈസ് കൊണ്ട് നമ്മൾ ഗുണിക്കുക. ഓക്കെ, ദെൻ പ്ലസ് അതിക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം, അതുപോലെ തന്നെ വാല്യൂ ഓഫ് റൈറ്റ് ഷെയർ, ഒരു റൈറ്റ് ഷെയർ എന്താണോ അതിൻ്റെ വാല്യൂ എത്ര എന്നുള്ളത്. അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ 1/10 ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയാണ് 6, മൊത്തത്തിൽ 6 ഷെയറിന് 6 തിയററ്റിക്കൽ അല്ലെങ്കിൽ 6 ഷെയറിന് എത്രയാണ് തിയററ്റിക്കൽ വാല്യൂ ഇവിടെ കാണിക്കുന്നത്, 90 റുപ്യാണ്. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ നമുക്ക് അല്ലേ ഒരു ഷെയറിൻ്റെ തിയററ്റിക്കൽ വാല്യൂ എത്രയാണ്, 15 റുപ്യാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതങ്ങനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, തിയററ്റിക്കൽ എക്സ്ട്രൈറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് ഇയർത്തെ എന്ത് ചെയ്യാം, EPS കാൽക്കുലേറ്റ് ചെയ്യണം. പ്രീവിയസ് ഇയർത്തെ EPS കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയറിൽ റൈറ്റ് ഇഷ്യൂ കൺസിഡർ ചെയ്യാതെയുള്ള EPS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് എത്രയുള്ളത് ഡിവൈഡഡ് ബൈ കമ്പനിയിലുണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ഷെയർസ് എത്രയെന്നുള്ളത് നോക്കുക. ഓക്കെ, അതിനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഏണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഫ്രാക്ഷനോട് ഗുണിക്കേണ്ടത്. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു EPS എമൗണ്ടിനെ റൈറ്റ് ഇഷ്യൂവിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു EPS ഉണ്ടല്ലോ, ആ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഫ്രാക്ഷനോട് തിയററ്റിക്കൽ എക്സ്ട്രൈറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓൺ ലാസ്റ്റ് ഡേ ഓഫ് കൊട്ടേഷൻ വിത്ത് റൈറ്റ് എന്നുള്ള ആ ഒരു ഇക്വേഷനോട് എന്ത് ചെയ്യണം, നമ്മൾ ഗുണിക്കണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, അഡ്ജസ്റ്റഡ് EPS നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മൾ പ്രീവിയസ്ലി നമ്മൾ ആ ഒരു റൈറ്റ് ഇഷ്യൂ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഏണിംഗ് പെർ ഷെയറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു തിയററ്റിക്കൽ എക്സ്ട്രൈറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് എന്നുള്ള അല്ലേ ആ ഒരു ഇക്വേഷനിലിട്ട് നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് EPS കിട്ടും. ഓക്കെ, അതോടുകൂടി അത് കഴിഞ്ഞ് പ്രീവിയസ് ഇയർത്തെ കഴിഞ്ഞ് ദെൻ കറണ്ട് ഇയർ ആണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് ഇയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ, നമുക്ക് EPS ആ കറണ്ട് ഇയർത്തെ EPS കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ചെയ്യണതിന് മുമ്പ് നമുക്ക് എന്താണ്, റൈറ്റ് ഇഷ്യൂവിന് മുമ്പ് എത്ര ഷെയർ ഉണ്ടായിന് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് എഴുതി വെക്കാം. അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂ നടത്തുമ്പോൾ അല്ലേ എത്ര ഷെയറാണ് റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. എന്നിട്ട് മൊത്തത്തിൽ എത്ര ഷെയറാണുള്ളത് എന്നുള്ളതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വെയ്റ്റഡ് അവറേജ് അല്ലേ, നമുക്ക് എത്രയാണോ വെയ്റ്റഡ് അവറേജ് നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആ വെയ്റ്റഡ് അവറേജ് നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കാര്യമായിട്ട്. ആദ്യം ഒന്ന് ബിഫോർ റൈറ്റ് ഇഷ്യൂവിൻ്റെ വെയ്റ്റഡ് അവറേജ് വാല്യൂ നമ്മൾ അല്ലെങ്കിൽ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബിഫോർ റൈറ്റ് ഇഷ്യൂ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് വെച്ചാൽ അല്ലേ, അപ്പോൾ ആ എക്സിസ്റ്റിംഗ് ഷെയർസ് ഓൾറെഡി ഓർഗനൈസേഷനിൽ എത്ര ഉണ്ടായിന് അതിനെ ഇൻറ്റു എത്ര കാലം അങ്ങനെ അത് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ഇഷ്യൂ വരെ എത്ര സമയമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക, അതിനോട് മൾട്ടിപ്പിൾ ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ദെൻ നമ്മൾ ഇതിലുള്ള ഒരു ഫ്രാക്ഷനോട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഗുണിക്കണം. ആ ഫ്രാക്ഷൻ നമ്മൾ നിർബന്ധമായിട്ടും മറക്കാൻ പാടില്ല. അതെന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസ്
ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ഓൺ ലാസ്റ്റ് ഡേ, നമ്മൾ നേരെ ഓപ്പോസിറ്റ് എന്താണ് മാർക്കറ്റ് പ്രൈസ് ഓൺ ലാസ്റ്റ് ഡേ, ആ ഒരു റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ തലേന്നത്തെ എന്താണ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ആ തിയററ്റിക്കൽ എക്സ്ട്രൈറ്റ് പ്രൈസ്. ഓക്കെ, അതിട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ബിഫോർ റൈറ്റ് ഇഷ്യൂ കിട്ടും. ഓക്കെ, ദെൻ പ്ലസ് അതിക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്ത്? ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂവിൻ്റെ അല്ലേ, അല്ലെങ്കിൽ എത്രയാണ് അല്ലേ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂവിൻ്റെ ആ ഒരു വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ എന്താണ് അല്ലേ, 1,20,000 ഷെയറാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ നടത്തിയതിന് ശേഷമുള്ളത്. ഓക്കെ, 1,20,000 ഷെയർ. സോ 1,20,000 ഷെയർ എത്ര കാലം അവിടെ നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, എത്ര കാലം നീണ്ടു നിൽക്കണ്? ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ ആണ്. അപ്പോൾ റൈറ്റ് ഇഷ്യൂ വരെ 1,00,000. ഇപ്പോൾ റൈറ്റ് ഇഷ്യൂ നടത്തിയതിൻ്റെ ശേഷം അല്ലേ ഒരു 20,000 കൂടി. അപ്പം ആ ബാക്കിയുള്ള മാസങ്ങൾ എത്ര ഉണ്ടാവും അല്ലേ? ആ 1,00,000 എത്രയാണോ അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്തതിന് അതുണ്ടാവും. ഓക്കെ, അപ്പം അത് രണ്ടും ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടി എന്ത് ചെയ്യാം? അത് കൂട്ടിയിട്ട് ആ രണ്ടെണ്ണത്തിനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അതേ ഗുണം അതെത്ര കാലം നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ മൊത്തത്തിൽ ഓക്കെ, ബിഫോർ റൈറ്റ് ഇഷ്യൂവിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നതോ ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂവിൻ്റെ ആ ഒരു ഷെയറും എത്ര കാലം മൊത്തത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുക. ചുരുക്കി പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് എത്ര ഷെയർ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിനെ എന്ത് ചെയ്യുക? ടൈം ഫാക്ടർ കൊണ്ട് നമ്മൾ ഗുണിക്കുക. ഓക്കെ, കാരണം അല്ലേ 1,00,000 ഷെയർ 1,00,000 ഷെയർ എന്താണ് അല്ലേ ആ റൈറ്റ് ഇഷ്യൂവിൻ്റെ മുമ്പ് ഉണ്ടായിന്, പ്ലസ് അല്ലേ റൈറ്റ് ഇഷ്യൂ വന്നാൽ അത് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ടൈം ഫാക്ടർ കൊണ്ട് അല്ലേ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആഫ്റ്റർ ഇഷ്യൂവിൻ്റെ എന്ത് കിട്ടും? വെയ്റ്റഡ് ആവറേജ് കിട്ടും. ദെൻ അത് രണ്ടും കൂടിയും കൂട്ടുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അല്ലേ 1,10,000 ഷെയർ എന്താണ് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? 1,10,000 ഷെയറാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റായിട്ട് ഇക്വേഷനിലിടുക. പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് നമ്പർ ഓഫ് ആവറേജ് അല്ലേ ആ ഒരു ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റൈറ്റ് ഇഷ്യൂ കിട്ടും. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീണ്ടും അത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡയലൂട്ടഡ് EPS ആണ്. ഡയലൂട്ടഡ് EPS കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിഡക്ഷൻ ഇൻ ദ EPS കുറയാം. എന്ത് കാരണമായിട്ട്? കമ്പനിയുടെ ഇക്വിറ്റി ഷെയറിൻ്റെ എണ്ണം കൂടിയത് കാരണമായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ EPS കുറയണതിനാണ് എന്ത് പറയുന്നത്? ഡയലൂട്ടഡ് EPS എന്ന് പറഞ്ഞത്. ഓക്കെ, റിഡക്ഷൻ ദി EPS ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ. എന്താണ്? ഇക്വിറ്റി ഷെയർ കൂടുന്നത് കാരണമായിട്ട് എന്ത് വരികയാണ്? നമ്മുടെ EPS കുറയണതിനാണ് ഡയലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ അത് പറഞ്ഞിട്ടുണ്ട്. സോ ഡയലൂട്ടഡ് EPS ഈസ് കാൽക്കുലേറ്റഡ് വെൻ ദർ ആർ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി. എന്താണ്? ഡയലൂട്ടഡ് EPS കാണേണ്ടി വരുന്നത് തന്നെ പൊട്ടൻഷ്യൽ ഷെയർ കമ്പനീൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ടെങ്കിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഷെയർ? പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് ആർ ദോസ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് എൻറ്റൈറ്റിൽ ടു ഇറ്റ്സ് ഹോൾഡേഴ്സ് ദി റൈറ്റ് ടു അക്വയർ ദി ഓർഡിനറി ഷെയർസ്. എന്താണ്? ചില ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ചില ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൈവശം വെച്ച ആൾക്ക് ഓർഡിനറി ഷെയർ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്ത്? പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് കൺവേർട്ടിബിൾ ഡിബഞ്ചർ, കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്, അതുപോലെ തന്നെ ഓപ്ഷൻസ് ആൻഡ് വാറൻറ്റ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ കൺവേർട്ടിബിൾ ഡിബഞ്ചർ പറഞ്ഞാൽ ഒരു ഡെബ്റ്റ് സെക്യൂരിറ്റീസ് ആണ്. ആ ഡിബഞ്ചർ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിൻ്റെ ബേസിലൊക്കെ എന്ത് ചെയ്യും അല്ലേ നമുക്ക് അത് ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാനും പറ്റും. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറും അങ്ങനെ തന്നെയാണ്. അത് എന്ത് ചെയ്യാം? കുറഞ്ഞ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ അത് ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാം. അതുപോലെ തന്നെ ഓപ്ഷൻസ്, അതുപോലെ തന്നെ വാറൻറ്റ്സ്. ഓപ്ഷൻസ് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ആണ്. എന്താണ്? ബിറ്റ്വീൻ 2 പേഴ്സൺസ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഓപ്ഷൻ ഹോൾഡർക്ക് എന്താണ് ഒരു റൈറ്റാണ് അതിൽ കൊടുക്കുന്നത്. എന്തിനു വേണ്ടി? ടു ബൈ ഓർ സെൽ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റോക്ക് അറ്റ് എ സ്പെസിഫൈഡ് റൈറ്റ് ആൻഡ് അറ്റ് എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡിൽ ഒരു സ്പെസിഫൈഡ് റൈറ്റിന് എന്ത് ചെയ്യുകയാണ്? ആ ഒരു ഓപ്ഷൻ ഹോൾഡർക്ക് അതിൻ്റെ റേറ്റ് കൊടുക്കുകയാണ്. എന്തിന്? ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ സ്റ്റോക്ക് വിൽക്കാനുള്ള അവകാശം കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ വാറൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോൾഡർക്ക് കമ്പനിയുടെ സ്റ്റോക്ക് ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫൈഡ് റേറ്റിന് വാങ്ങാനുള്ള റേറ്റിനെയാണ് അവകാശത്തെയാണെന്ന് പറഞ്ഞത് നമ്മൾ വാറൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഡയലൂട്ടഡ് EPS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എങ്ങനെ ഡയലൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യൽ? ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ആട്രിബ്യൂട്ടബിൾ ടു ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ്. അതേപോലെ തന്നെ എന്താണ് ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്. ദെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കണം.
ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കണം, എന്തൊക്കെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് അടുത്ത് പറയാം. ദെൻ അവറേജ് നമ്പർ ഓഫ് വെയ്റ്റഡ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദി പീരീഡ്. ഓക്കെ, എന്താണ് എത്ര ആ ഒരു പീരീഡിൽ എത്ര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ അതിനൊരു ഇതുണ്ട്, അസ്യൂമിങ് ദ കൺവേർഷൻ ഓഫ് ഡയലൂട്ടഡ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ്. ഓക്കെ, എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഓർഡിനറി ഷെയർ അല്ലേ മാറിയിട്ടുണ്ടാകും, അതും എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് കൂട്ടി കൊടുക്കണം. ഓക്കെ, ആ എക്സിസ്റ്റിംഗ് ഷെയറിന് പുറമെ എന്ത് ചെയ്യണം, അങ്ങനെ കൺവേർട്ടായി വന്നിട്ടുണ്ടാവില്ലേ, ചിലപ്പോൾ ഡിബെഞ്ചർ കൺവേർട്ടായിട്ട് ഇക്വിറ്റി ആയിട്ടുണ്ടാവും, അതിൻ്റെ എണ്ണം കൂടി കൂട്ടി കൊടുക്കണം. അതാണ് എന്ത് പറഞ്ഞത് ഈ ഒരു ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഡൈലൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, പ്രോഫിറ്റ് എങ്ങനെ നമുക്ക് കാണാം, ഈ ഒരു ഡൈലൂട്ടഡ് EPSൻ്റെ കേസിൽ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കാണാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ, കമ്പ്യൂട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ ടാക്സ് ഫോർ ദി പീരീഡ് ആട്രിബ്യൂട്ടബിൾ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എന്താണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ആ ഒരു പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ടാക്സ് കുറച്ചതിൻ്റെ ശേഷം. ഓക്കെ, ടാക്സ് കുറച്ചതിൻ്റെ ശേഷം. ദെൻ സെക്കൻഡ്, ആഡ് ഡിവിഡൻഡ് അലോങ് വിത്ത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്. ഓക്കെ, ആ ഒരു ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താണ്, ഓൺ കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്, നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ് ആഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. ടാക്സ് എഫക്റ്റോട് കൂടിയിട്ട് ഡിവിഡൻഡ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർ കൺവേർട്ട് ചെയ്തിട്ടാണ് എന്തായിട്ടുള്ളത് ഓർഡിനറി ഷെയർ ആവുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്, പ്രീവിയസ്ലി ഹെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, മുമ്പ് കയ്യിൽ ഉണ്ടായിരുന്ന പ്രിഫറൻസ് ഷെയർ കൺവേർട്ട് ചെയ്തിട്ടാണ് എന്താണത് ഓർഡിനറി ഷെയർ ആണത്. മുമ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കുന്ന ആ ഒരു ഡിവിഡൻഡ് ടാക്സ് എഫക്റ്റോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ. ദെൻ മൂന്നാമത്തെ, ആഡ് ഇൻട്രസ്റ്റ് നെറ്റ് ഓൺ ടാക്സ് എഫക്റ്റ്. എന്താണ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ഇപ്പോൾ ബോണ്ട് അല്ലെങ്കിൽ ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അല്ലേ, ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ എഫക്റ്റോട് കൂടിയിട്ട് അതും ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ ആഡ് ഇൻട്രസ്റ്റ് ടാക്സ് എഫക്റ്റോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. ദെൻ നാലാമത്തത്, വേറെ എന്തെങ്കിലും ഇൻകോ അല്ലെങ്കിൽ എക്സ്പെൻസോ ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ചെയ്യണം. ഇൻകം ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം, എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ കുറക്കണം. ഓക്കെ, ഒരൈറ്റം, കാരണം നമ്മുടെ ഈ കൺവേർഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസ് എക്സ്പെൻസ് ആണെങ്കിൽ ലെസ് ചെയ്യുക, ഇൻകം ആണെങ്കിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അലോവബിൾ ആയിട്ടുള്ള നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിൽ അലോവബിൾ ആയിട്ടുള്ള ഇൻകംസ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പെൻസ് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഓക്കെ, ഇതാണ് എന്ത് ഈ ഒരു കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യൽ. ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ഷെയർസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഡൈലൂട്ടഡിൻ്റെ കേസിൽ എങ്ങനെ നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് എക്സിസ്റ്റിംഗ് അവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് അല്ലേ എത്ര ഷെയർ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാം. അത് ക്വസ്റ്റ്യനിൽ തരും കേട്ടോ, അത് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ദെൻ ആഡ്, അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം എന്ത്, കൺവേർട്ട് ചെയ്തിട്ടുള്ള ഓർഡിനറി ഷെയർ ആയിട്ട് മാറിയിട്ടുള്ള ഷെയറിൻ്റെ വെയ്റ്റഡ് അവറേജ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, കൺവേർട്ട് ചെയ്ത് ഓർഡിനറി ഷെയർ ആയി മാറിയിട്ടുള്ള ഷെയർസിൻ്റെ വെയ്റ്റഡ് അവറേജ് നമ്പർ എന്ത് ചെയ്യണം, നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എത്ര ബോണ്ട് അല്ലെങ്കിൽ ആ മുമ്പുണ്ടായിരുന്ന ബോണ്ട് ഇപ്പോൾ ഇത് കൺവേർട്ട് ചെയ്തിട്ട് ഇത്ര എണ്ണം ഷെയർ ആയിട്ടുണ്ടാകും, ആ എണ്ണമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു 100 ബോണ്ട് ഉണ്ടെങ്കിൽ അതൊരു 1000 ഷെയർ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ആ എക്സിസ്റ്റിംഗ് ഷെയറിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു 1000 കൂട്ടി കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് എന്ത് പറയണത് ഈ ഒരു EPS ഡയലൂട്ടഡ് EPSൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ദെൻ കൂട്ടി കൊടുക്കണ ഈ മന്ത്ലി അല്ലെങ്കിൽ പീരീഡിൻ്റെ കൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ടൈം ഫാക്ടർ കൊണ്ട് കുടിക്കും വേണ്ടി വരും കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യനിൽ അത് ടൈം ഫാക്ടർ അങ്ങനെ ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടൈം ഫാക്ടർ ഇതിൽ പരിഗണിക്കേണ്ടി വരും. ഓക്കെ, ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. എക്സ് ലിമിറ്റഡ് ഹാസ് 100 million ഓഫ് ₹10 ഷെയർസിന് ഇഷ്യൂ അല്ലേ, 100 million അല്ലേ 10 രൂപ വിലയുള്ള ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ആൾസോ ഹാസ് 2 million റുപ്പീസ് 100 കൺവേർട്ടിബിൾ ബോണ്ട്. എന്താണ് 2 million 100 രൂപ വിലയുള്ള കൺവേർട്ടിബിൾ ബോണ്ടും ഉണ്ട്. ദ ബോണ്ട് ഹാവ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 8%. എന്താണ് ബോണ്ടിന് 8% ഇൻട്രസ്റ്റ് റേറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണ്, 25% അതുപോലെ തന്നെ ഈച്ച് ബോണ്ട് വിൽ ബി കൺവേർട്ടിബിൾ ഇൻറ്റു 10 ഷെയർ. ഓരോ ബോണ്ടും 10 ഷെയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഓരോ ബോണ്ടും 10 ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഏണിംഗ് ഫോർ ദി പീരീഡ് വെയർ 600 മില്യൺ. എന്താണ് 600 മില്യൺ ആണ് എന്തുള്ളത്, ലാഭമുള്ളത്, പ്രോഫിറ്റ് ഉള്ളത്. ദെൻ ഇതിൻ്റെ ബേസിൽ നമ്മളോട് ബേസിക് EPS അതുപോലെ തന്നെ ഡയലൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് 100 മില്യൺ ആണ് എക്സിസ്റ്റിംഗ് ഉള്ളത്, അതുപോലെ തന്നെ 600 ആണ് പ്രോഫിറ്റ് ഉള്ളത്, അതുപോലെ 2 മില്യൺ ബോണ്ട് ഉണ്ട്, 100 രൂപ വില ഉള്ളത്, അതിൻ്റെ ഇൻട്രസ്റ്റ് 8 ആണ്, ടാക്സ് 25 ആണ്. അതുപോലെ തന്നെ ഓരോ ബോണ്ടിനും 10 ഈച്ച് ഇക്വിറ്റി ഷെയർ ആണ് കൺവേർട്ടിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഒരു ബോണ്ടിന് 10 ഷെയർ വീതമാണ് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മളോട് EPSും അതുപോലെ തന്നെ ഡയലൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബേസിക് EPS കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് ബേസിക് EPS. എങ്ങനെയാണ് ബേസിക് EPS കാൽക്കുലേറ്റ് ചെയ്യൽ? 600 ഡിവൈഡഡ് ബൈ 100 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുകയാണ്. ആ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. എത്ര? ഇവിടെ 600 തന്നിട്ടുണ്ട്, ദെൻ അവിടെ 100 മില്യൺ ആണുള്ളത്. ദെൻ 600 ബൈ 100 എത്രയാണ്? ₹6 പെർ ഷെയർ. ഓക്കെ, ദെൻ നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ഡയലൂട്ടഡ് EPS. ഡയലൂട്ടഡ് EPS ആണ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഡയലൂട്ടഡ് EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം പറയാം എന്താണ്, നമ്മൾ ആദ്യം അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പ്രോഫിറ്റ് ബിഫോർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ ശേഷമുള്ള പ്രോഫിറ്റ് എത്ര? 600 മില്യൺ ആണുള്ളത്. ദെൻ അതിക്കെന്ത് നമ്മൾ ആഡ് ചെയ്യണം? ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ടാക്സ് ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് വേബിൾ ഓൺ ബോണ്ട് ആ ഒരു ടാക്സിൻ്റെ ശേഷമുള്ള ടാക്സ് എഫക്റ്റോട് കൂടിയിട്ടുള്ള എന്ത് ചെയ്യണം നമ്മൾ? ആ ബോണ്ട് ബോണ്ട് മേലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് എത്രയാണ് ബോണ്ട് ഉണ്ടായിരുന്നത്? 2 മില്യൺ ബോണ്ടാണുള്ളത് 2 മില്യൺ ബോണ്ട് ഇൻറ്റു 100. എന്താണ് ഇവിടെ 100 കൊടുത്തിട്ടുള്ളത്? ആ ബോണ്ടിൻ്റെ ഓരോ ബോണ്ടിൻ്റെ വില എത്രയാണ്? 100 രൂപ ദെൻ ഇൻറ്റു 8/, എത്രയാണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്? 8% അല്ലേ. ദെൻ 8/100 ദെൻ ഇൻറ്റു, ഇപ്പോൾ നമ്മൾ ടാക്സ് എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടാക്സ് 25% പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടാക്സിൻ്റെ വാല്യൂ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 1 മൈനസ്. ഓക്കെ, ടാക്സിനെ നമ്മൾ 1 ആക്കിയിട്ട് കാണുക. ഓക്കെ, 100നെ 1 ആയിട്ട് നമ്മൾ പരിഗണിക്കണം. ദെൻ 1 മൈനസ് ആ ഒരു ടാക്സിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. ആഫ്റ്റർ ടാക്സ് അല്ലേ, ആഫ്റ്റർ ടാക്സ് ആണ്. ആ ടാക്സിൻ്റെ എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് പരിഗണിക്കണം. സോ 1 മൈനസ് എത്രയാണ് ടാക്സ് ഉണ്ടായിരുന്നത്? 25% അല്ലേ. ദെൻ 0.25 ഇട്ട്. ഇനി 50% ആണെങ്കിൽ 1 മൈനസ് 0.5 ഇടും. 30% ആണെങ്കിൽ 1 മൈനസ് 0.3 ഇടും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുക. ആ ടാക്സ് എഫക്റ്റ് ഒഴിവാക്കാനാണ് എന്ത് ചെയ്യണത്? നമ്മൾ ആ ഒരു എത്രയാണോ ബോണ്ട് ഉണ്ടായിരുന്നത് ഇൻറ്റു അതിൻ്റെ പ്രൈസ് ഇൻറ്റു അതിൻ്റെ ഇൻട്രസ്റ്റ് ഇൻറ്റു എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ആ ഒരു ടാക്സ് നമ്മൾ പരിഗണിക്കും. ആ ടാക്സ് പരിഗണിക്കുമ്പോൾ 1 മൈനസ് എത്രയാണോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യണം? പോയിൻ്റ് ആക്കിയിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, അത് നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 12 മില്യൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2 ഇൻറ്റു 100 ഇൻറ്റു 8/100 ഇൻറ്റു 0.75 ചെയ്താൽ നമുക്ക് 12 മില്യൺ കിട്ടും. അപ്പോൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് എത്രയുള്ളത്? 612 മില്യൺ ആണുള്ളത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. കാൽക്കുലേഷൻ ഓഫ് ഡയലൂട്ടഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ, എത്രയാണ് നമ്പർ ഓഫ് ഷെയർ എന്നുള്ളത്? നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സിസ്റ്റിംഗ് എത്ര തന്നിട്ടുള്ളത്? 100 100 മില്യൺ ഷെയറല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ അതിക്കെന്താ ആഡ് ചെയ്യേണ്ടത്? നമ്മൾ എത്ര ഷെയർ എത്ര ബോണ്ട് കൺവേർട്ട് ചെയ്തിട്ട് എത്ര ഷെയറാണ് പിന്നെ പുതിയത് ഉണ്ടായത് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? ഓരോ ബോണ്ടിനും 10 ഷെയർ വീതമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മില്യൺ ബോണ്ട് ഉണ്ട്. അപ്പോൾ 2 മില്യൺ ബോണ്ടിന് ഓരോ ബോണ്ടിന് 10 വീതമല്ലേ. സോ 2 മില്യൺ ഇൻറ്റു 10 ഷെയർ. അപ്പോൾ നമ്മൾ എത്ര അഡീഷണലായിട്ട് 20 മില്യൺ ഷെയർ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗനൈസേഷനിൽ കൺവേർട്ടഡ് രൂപത്തിൽ വരുന്നുണ്ട്. ഓക്കെ, കൺവേർഷൻ്റെ ശേഷം എത്ര വരുന്നുണ്ട്? 20 മില്യൺ ഏറെ വരുന്നുണ്ട്. കാരണം ബോണ്ട് മാറിയിട്ട് നേരെ ആ ഒരു ബോണ്ടിന് പകരം 10 ഷെയർ ആണത്. അപ്പം 2 മില്യൺ ബോണ്ടിന് പകരം എന്താണ്? 20 മില്യൺ ഷെയറാണ് ആവുന്നത്. സോ 100ഉം 20ഉം എത്രയാണ്? 120 മില്യണാണ് നമുക്ക് എന്ത് വരുന്നത്? കമ്പനിയിൽ ഇക്വിറ്റി ഷെയർ ഡയലൂഷൻ്റെ ശേഷം വരുന്നത്. ഓക്കെ, ഷെയറിൻ്റെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയില്ലേ. 100 ഉണ്ടായിരുന്നത് 120 ആയി. ഓക്കെ, ആ 20 എങ്ങനെ വന്നത്? 2 മില്യൺ
അല്ലേ, ഓരോ ബോണ്ടിനും 10 വീതം ആണ് കൊടുക്കുന്നത്. അപ്പോൾ 2 മില്യൺ അല്ലേ 10 ഷെയർ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും അല്ലേ, 2 മില്യൺ ഇൻറ്റു 10 20 മില്യൺ വരും. ഓക്കെ, ഇനി നമുക്ക് നമുക്ക് ഡയലൂട്ടഡ് EPS നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഡയലൂട്ടഡ് EPS അല്ലേ എത്രയാണ്? അഡ്ജസ്റ്റഡ് ഏണിങ്സ് 612 ഡിവൈഡഡ് ബൈ അല്ലേ എത്രയാണ് നമുക്ക് ഡയലൂട്ടഡ് നമ്പർ ഓഫ് ഷെയർസ് കിട്ടിയത്? 120 അല്ലേ. 120 ചെയ്താൽ നമുക്ക് 5.1 എന്ത് കിട്ടുന്നത്? 5.1 നമുക്ക് ഏണിംഗ് പെർ ഷെയർ കിട്ടുന്നത്. ഡയലൂട്ടഡ് ഏണിംഗ് പെർ ഷെയർ 5.1. അപ്പോൾ ഇപ്പോൾ ഡയലൂട്ടഡ് ആയപ്പോൾ അല്ലെങ്കിൽ എന്താണ് ഡയലൂട്ടഡിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ഏണിംഗ് പെർ ഷെയർ ഒന്ന് നോക്കിയേ. കൺവേർഷൻ്റെ മുമ്പ് 6 റുപ്യ ഉണ്ടായിനി. ഡയലൂഷൻ്റെ ശേഷം എന്തായി അല്ലേ, കൺവേർഷൻ്റെ ശേഷം എന്തായി? 5.1 ആയി. 90 പൈസ എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏണിങ്സ് എന്ത് ഡയലൂഷൻ എത്ര വന്നാണ്? 90 പൈസ എന്ത് ചെയ്തിട്ടുണ്ട്? അഡീഷണൽ ആയിട്ട് എന്താണ് 20 മില്യൺ ഷെയർ ഇഷ്യൂ ചെയ്തപ്പം ഓരോ ഷെയറിനും എത്ര വന്നിട്ടുണ്ട്? 90 പൈസൻ്റെ ഡയലൂഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്.